പ്രേക്ഷകർക്കും നമ്മുടെ ഗ്യാസ്ട്രോളജിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വയർ സംബന്ധമായ ഗ്യാസിന്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ്. ഇതെന്റെ പാഡിന്റെ ചരട്, ഇതെന്റെ പരീക്ഷാ ബോർഡ്. ഇത് ഞാൻ ആദ്യം ഈ പഠിച്ചപ്പോഴുള്ള ഒരു പേപ്പർ. ഇത് പിന്നെ എനിക്ക് ബീച്ചിൽ പോയപ്പോൾ കിട്ടിയ കുറച്ച് കബഡി. അപ്പം നമുക്ക് പ്രശ്നത്തിലേക്ക് കിടക്കാം. ഗ്യാസ് സംബന്ധമായ പ്രശ്നമുള്ളവർ ഞാനിപ്പോൾ തൊട്ട് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അതിനു മുമ്പായി ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യണം. ഇത് ലാസ്റ്റ് പറയുന്നത് ഞാൻ മറന്നു പോകും, അതാണ് ഇപ്പോഴേ പറഞ്ഞേക്കുന്നത്. ഗ്യാസ് സംബന്ധമായ പ്രശ്നമുള്ളവർ ഉപ്പ്, പുളി, എരിവ് എന്നിവ കുറയ്ക്കുക, മസാല ഉപേക്ഷിക്കുക, വെള്ളം ധാരാളമായി കുടിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ശേഷം വരുന്ന പ്രശ്നങ്ങൾ എൻ്റെ കമന്റിലൂടെ രേഖപ്പെടുത്തുക. ചെറിയൊരു ശമനം കിട്ടണമെങ്കിൽ നമ്മുടെ നല്ല ജീരക വെള്ളം നല്ലപോലെ വെട്ടി തിളപ്പിച്ച് കുടിച്ചാൽ മതി, ആശ്വാസം ലഭിക്കുന്നതാണ്. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കമന്റിലൂടെ രേഖപ്പെടുത്തുക, അപ്പോൾ ഞാൻ അതിനായ മറുപടി പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.